അദ്ദേഹത്തിൻ്റെ സാഹിത്യത്തിലൂടെ സിനിമയിലൂടെയൊക്കെ ഇങ്ങനെ മലയാളി സഞ്ചരിക്കുകയാണ്. അത്രമേൽ ഉയരത്തിലാണ് മലയാളി MTയെ അവരുടെ ഹൃദയങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ്. ഡോക്ടർ എൻ പി ചന്ദ്രശേഖരൻ കൂടി ചേരുകയാണ്. നേരത്തെ മുകുന്ദൻ NPC സംസാരിച്ചപ്പോൾ പറഞ്ഞത് കേട്ടില്ലേ, പലപ്പോഴും മരണത്തെ മറികടന്ന് വന്നിട്ടുള്ള ആളാണ് MT എന്നാണ് പറഞ്ഞത്. ഈ നേരത്തെ MT തന്നെ പറഞ്ഞിട്ടുണ്ട്, 77-ൽ അങ്ങനൊരു നവംബർ മാസത്തിലാണ് മരണം അടുത്തെത്തിയ ഒരു നാൾ. അവിടെ നിന്നും മടങ്ങി വന്ന ശേഷമാണ് രണ്ടാം ഊഴം എഴുതുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മുകുന്ദൻ പറഞ്ഞ നാലുകെട്ട്, തലമുറകൾ ഏറ്റുവാങ്ങി മുന്നോട്ട് പോകുന്ന നാലുകെട്ട്, അത് വായിച്ച് നിൽക്കുന്ന ഒരു 17-കാരൻ MTയെ പരിചയപ്പെട്ട ഓർമ്മ പങ്കുവെക്കുമ്പോൾ തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ എഴുത്ത് വീട് മാതൃഭൂമിയിലും മറ്റും വന്നപ്പോൾ അതിലൊരു കാര്യം ഞാനത് കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഈ അദ്ദേഹം പത്രാധിപരായിരിക്കുന്ന കാലത്തിലൂടെ മലയാള ഭാഷയിലേക്ക് വന്നിട്ടുള്ള എഴുത്തുകാർ അവരുടെ എഴുത്തുകളെ മാജിക്കൽ വേർഡ്സ് കൊണ്ട് അതിനെ തിരുത്തിയും മികച്ചതുമാക്കി മാതൃഭൂമിയിലൂടെ അവരെയൊക്കെ എഴുത്തുകാരാക്കി മാറ്റിയ, പാകപ്പെടുത്തിയെടുത്ത ഒരു പത്രാധിപരുണ്ട്, ഒരു സാഹിത്യകാരനുണ്ട്. നേരത്തെ കുട്ടിയടത്ത് വിലാസിനി പറഞ്ഞതുപോലെ കലാകാരന്മാരെ കണ്ടെത്തി അവരെയൊക്കെ നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് എത്തിച്ച MTയുടെ അപാരമായ അനിഷേധ്യമായ ഇടപെടലിൻ്റെ അനുഭവമുണ്ട്. ഒരു സാഹിത്യ നേതൃസ്ഥാനം വഹിച്ച MT നോക്കൂ, ഏതൊക്കെ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഇടപെട്ടിട്ടുള്ളത്. നേരത്തെ അങ്ങനെ ഒരാൾ തന്നെയായിരുന്നു MT എന്ന് വേണം നമ്മളിന്ന് പറഞ്ഞു പോകാനായിട്ട്. അതായത് എപ്പോഴും തിരിച്ചുവരവുകൾ കുറിച്ച ഒരു MTയാണ് ഉള്ളത്. ഒരു കാലത്ത് കാലം പുറത്തു വന്നപ്പോൾ അതാണ് ആ മനുഷ്യൻ്റെ, ആ എഴുത്തുകാരൻ്റെ മാസ്റ്റർ പീസ് എന്നെല്ലാവരും വിചാരിച്ചു. ആ കാലം കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞാണ് രണ്ടാം ഊഴം വരുന്നത്. ആ കാലം വന്നപ്പോൾ കാലം പോലും നമുക്ക് കിട്ടും എന്ന് വിചാരിച്ചതല്ല. ഇതിനുള്ള അനുവാദം തന്ന കാലത്തിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് MT നമുക്ക് ആ പുസ്തകം തരുന്നത്. അതിനു മുമ്പ് അദ്ദേഹം മരിച്ചു പോകും എന്ന് കരുതിയ തരത്തിൽ ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. സേതുവൊക്കെ കഴിഞ്ഞ ദിവസം പോലും അതിനെക്കുറിച്ച് എഴുതിയിരുന്നു. അവിടെ നിന്ന് തിരിച്ചു വന്നിട്ടാണ് കാലം തരുന്നത്. അതും കഴിഞ്ഞ് വീണ്ടും എത്രയോ പോയി കഴിഞ്ഞിട്ടാണ് രണ്ടാം ഊഴം വന്നത്. എപ്പോഴും വിസ്മയിപ്പിച്ച ഒരു എഴുത്തുകാരനായിരുന്നു. 4 തലമുറ 5 തലമുറ എന്നും വേണമെങ്കിൽ പറയാം. അത്രയും തലമുറകൾ വായിച്ചു എന്ന് മാത്രമല്ല, ഏത് പ്രായത്തിലുമുള്ളവർക്ക് എഴുത്തുകാരനായി മാറി. കുട്ടികൾക്ക് വേണമെങ്കിൽ അങ്ങനെ, കൗമാരക്കാർക്ക് അത്തരത്തിലുള്ള പുസ്തകങ്ങൾ, അതുപോലെ തന്നെ പ്രായം ചെല്ലുമ്പോൾ മധ്യവയസ്കർക്ക്, വൃദ്ധർക്ക് ഒക്കെ രസിക്കുന്ന പുസ്തകങ്ങൾ ഇപ്പോഴും അങ്ങനെയുണ്ട്. ആ പുസ്തകങ്ങളിലാവട്ടെ ചിത്രകല മുതൽ സംഗീതം അടക്കം തത്വശാസ്ത്രം വരെ കൈകാര്യം ചെയ്യുന്നു. സാധാരണക്കാരൻ്റെ എഴുത്തുകാരൻ എന്നതിലേറെ ചിന്തകരുടെ എഴുത്തുകാരനും കൂടി ഒരേ സമയം വർത്തിക്കാൻ കഴിയുന്നു. MTയുടെ തന്നെ ഒരു കഥാപാത്രം ആണല്ലോ മറ്റേ പെരുന്തച്ചൻ സൃഷ്ടിച്ച കുളം പോലെയാണ്. ഒരു തലത്ത് നിന്ന് നോക്കുമ്പോൾ, ഒരു ഇടത്ത് നിന്ന് നോക്കുമ്പോൾ വട്ടത്തിൽ കാണുന്ന കുളം വേറൊരിടത്ത് നിന്ന് നോക്കുമ്പോൾ ചതുരത്തിലാവുന്നു, ത്രികോണത്തിലാവുന്നു, വൃത്തത്തിലാവുന്നു എന്ന് പറയുന്നത് പോലെ എഴുത്തിൻ്റെ മാനങ്ങൾ MT മാറ്റി മാറ്റി നമുക്ക് തന്നുകൊണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ആ പത്രാധിപർ. എത്രയോ പേരെ വാർത്തെടുത്ത ആ മാജിക്കൽ ടച്ച് എന്ന് മുകുന്ദൻ പറഞ്ഞത് വളരെ നല്ലതാണ്. നമുക്ക് പത്രക്കാർക്കും, ഞാൻ പത്രപ്രവർത്തക വിദ്യാർത്ഥികൾ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട് ഒരു കാര്യമുണ്ട്, MTയെ വായിക്കുക. MTയെ വായിച്ചാൽ നിങ്ങൾക്ക് പിന്നെ വ്യാകരണത്തിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് പിന്നെ ഭാഷയ്ക്ക് വേണ്ടി വൊക്കാബുലറി വലുതാക്കേണ്ട ഒരു കാര്യമില്ല. എങ്ങനെയാണ് MT എഴുതിക്കൊണ്ടിരുന്നത് എന്നൊന്ന് ശ്രദ്ധിച്ച് വായിച്ചാൽ മതി. ഞാൻ എപ്പോഴും പറയുന്ന ആ ഒരു കഥയുടെ തുടക്കം പറയാറുണ്ട്. ഇപ്പോൾ കുട്ടിയടത്തി വിലാസിനി സംസാരിച്ച് പോയിട്ടേ ഉള്ളൂ. ആ കഥ തുടങ്ങുന്നത് വലിയമ്മയ്ക്ക് 2 മക്കളാണ്, കുട്ടിയടത്തിയും ജാനുവേടത്തിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ തുടങ്ങുന്നത്. ഞാൻ എപ്പോഴും പറയും, നമ്മൾ പത്രപ്രവർത്തകർ എഴുതുമ്പോൾ എപ്പോഴും വലിയമ്മയ്ക്ക് കുട്ടിയടത്തി, ജാനുവേടത്തി എന്നിങ്ങനെ 2 മക്കളുണ്ടായിരുന്നു എന്ന് എഴുതാൻ ശ്രമിക്കും. പക്ഷേ എങ്ങനെയാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് വാക്യങ്ങൾ മുറിച്ച് അർത്ഥം ഉണ്ടാക്കുന്നത് എന്ന് കാണിച്ചു തരുന്ന മലയാളത്തിൻ്റെ ഒരു വലിയ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. അതുപോലെ കുട്ടിയടത്തി വിലാസിന് ഇപ്പോൾ നമ്മളെ കണ്ടുപോയിട്ടുള്ളൂ. എന്തൊരു കഥാപാത്രമാണ്! മലയാളം സൃഷ്ടിച്ച എക്കാലത്തെയും വലിയ ഒരു കഥാപാത്രം. എന്തല്ലയോ സുന്ദരി, അതായിരുന്നു കുട്ടിയടത്തി എന്നാണ് MT എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് പോലും ഇടമുള്ള ഒരു സാഹിത്യമായിരുന്നു അത്.
അതുപോലെ തന്നെ കുട്ടിയടത്തി ഈറൻ തുണിയുടെയും നനഞ്ഞ വിറകിൻ്റെയും മണമുള്ള ഒരു കഥാപാത്രം. ആ കഥാപാത്രത്തെ നമ്മൾ എത്ര സ്നേഹിച്ചു, മലയാളം എത്ര സ്നേഹിച്ചു, കാലം എത്ര സ്നേഹിച്ചു, ഇനിയും എത്രയോ തലമുറകൾ സ്നേഹിക്കാനിരിക്കുന്നു. തിരസ്കൃതരുടെ എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. വേലായുധേട്ടൻ എന്ന് പറയുന്ന ഭ്രാന്തൻ വേലായുധം മുതൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ കഥാപാത്രം എന്ന് പറയേണ്ട ഭീമൻ വരെ തിരസ്കൃതരായിരുന്നു. ഒരർത്ഥത്തിൽ തിരസ്കൃതർ. എല്ലാം ഉണ്ടായിരിക്കെ തിരസ്കൃതർ ആയവരുണ്ട്, ഒന്നുമില്ലാതെയും തിരസ്കാരം അനുഭവിച്ചവരുണ്ട്. തിരസ്കൃതരുടെ കഥാകൃത്തായിരുന്നു MT എന്നും കൂടി പറയണം. അതുപോലെ തന്നെ പറയേണ്ടത് മായാലോകമായിട്ടുള്ള സിനിമയിലെത്തിയിട്ട് ആ സിനിമയിലല്ല എഴുത്തുകാരനായിരിക്കാനാണ് അട്ടിമുടി. സിനിമയിലും NPC അങ്ങനെ തന്നെയാണ്. തിരസ്കൃതൻ്റെ ചരിത്രം എഴുതാനുള്ള ഒരു 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 തോന്നലുണ്ടല്ലോ, ഒരു വ്യഗ്രതയാണ് MT ഇങ്ങനെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. നമ്മൾ വടക്കൻ വീരഗാഥയിൽ കാണുന്ന ചന്തു നമ്മൾ നമ്മൾ അറിഞ്ഞും പറഞ്ഞും ചെവികളിലൂടെ കടന്നുപോയ ഒരു ചന്തു അല്ല, നമ്മുടെയൊക്കെ കേൾവികളിലേക്ക് വന്നിട്ടുള്ളൊരു ചന്തുവിനെ അല്ല MT പകർന്നു നൽകിയിട്ടുള്ളത്. അതെ. അതുപോലെ തന്നെ ആ വൈശാലി എത്ര പൊളിറ്റിക്കലായിട്ടുള്ള ഒരു സിനിമയാണത്. എങ്ങനെയാണ് ഒരു അത്തരത്തിലുള്ള സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുകയും ഭരണകൂടത്താൽ വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നത്, എങ്ങനെയാണ് രാജാവിൻ്റെ ഉപദേശകർ എങ്ങനെയാണ് ഉപജാപം നടത്തി കാര്യങ്ങൾ നടത്തുന്നത് എന്നുള്ള വലിയ രാഷ്ട്രീയ വിമർശം മുന്നോട്ട് വയ്ക്കുന്ന വൈശാലി, ഈ പറഞ്ഞ പോലെ ചന്തു. അങ്ങനെ ആ സിനിമയിലെത്തിയിട്ടും സിനിമക്കാരനായിട്ടല്ല. ഒരിക്കൽ MT എഴുതിയിട്ടുണ്ട്, എങ്ങനെയാണ് എഴുത്തുകാരനായത് എന്നോട് ചോദിച്ചാൽ എനിക്ക് പറയാൻ ഉത്തരമുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ മറ്റൊന്നുമായിരുന്നില്ല എന്നാണ്. എഴുത്തുകാരൻ മാത്രമായി അറിയപ്പെടാൻ ആഗ്രഹിച്ച, തന്നെ എഴുത്തുകാരൻ എന്നു മാത്രം തൻ്റെ അടിക്കുറിപ്പ് എഴുതി ജീവിച്ചുകൊണ്ടിരുന്നൊരു മനുഷ്യനാണ് MT. ഈ സിനിമയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ MTയെ ഒരു സിനിമാ നിർമ്മാതാവായിട്ട് അങ്ങനെ കാണരുത്, സിനിമക്കാരനായി മാത്രം കാണരുത് എന്ന് MTയുടെ തന്നെ ജീവിതം പിറകിൽ നിന്ന് നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും. അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറയുന്നത് തൊട്ടതെല്ലാം ക്ലാസിക്കാക്കിയ ഒരു മനുഷ്യനായിരുന്നു. ആദ്യത്തെ കഥകളിൽ ഒന്നിന് ലോക പുരസ്കാരം കിട്ടുന്നു. ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ രാഷ്ട്രപതിയുടെ സ്വർണ്ണപ്പതക്കം കിട്ടുന്നു. ആദ്യത്തെ നോവലിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടുന്നു. അങ്ങനെ ഒരു ചരിത്രമുള്ള എഴുത്തുകാരനാണ് ശരത്ത്. അതെ. നമ്മൾ അദ്ദേഹത്തെ വളരെ സമഗ്രമായി തന്നെ, കാരണം നമ്മളെപ്പോഴും സംസാരിക്കുന്നത് പുതിയ തലമുറകളോടാണ്. അവർക്കൊക്കെ മനസ്സിലാവണം ആരാണ് MT, ആരായിരുന്നു MT, ആരായിരിക്കും നമ്മൾക്ക് MT എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിപുലമായ ജീവിതം എന്നുള്ളത് നമ്മളിങ്ങനെ സമ്പൂർണ്ണമായ ജീവിതമാണ്, അർത്ഥപൂർണ്ണമായ ജീവിതമാണ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അടരുകളുണ്ട്. ഇപ്പോൾ NPC സംസാരിച്ച പോലെ അതിലൊരു വലിയ എഴുത്തുകാരൻ്റെ സാന്നിധ്യമുണ്ട്, ചലച്ചിത്രകാരൻ്റെ സാന്നിധ്യമുണ്ട്. അതിൽ തന്നെയും അദ്ദേഹത്തിൻ്റെ നമ്മൾ സംസാരിച്ച് വന്നപ്പോൾ വന്നൊരു മാധ്യമ ലോകത്ത് എന്നും മാതൃകാപരമായി നമ്മളൊക്കെ കാണേണ്ടതായിട്ടുള്ളൊരു പത്രാധിപരുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ 54 അധ്യാപകനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ തുടക്കം. പട്ടാമ്പി ബോർഡ് ഹൈസ്കൂൾ, ചാവക്കാട് ബോർഡ് ഹൈസ്കൂൾ, ഇവിടെ അധ്യാപകനായതിനു ശേഷം 57 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ സബ് എഡിറ്ററായി വരുന്നു എന്നുള്ളതാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. 68 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപരാകുന്നു. 81 മാതൃഭൂമിയിൽ നിന്ന് രാജിവെച്ചു. 89 പീരിയോഡിക്കൽസിൻ്റെ, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പീരിയോഡിക്കൽസിൻ്റെ എഡിറ്ററായി തിരികെ വീണ്ടും മാതൃഭൂമിയിലെത്തുന്നു എന്നുള്ളതാണ്. ഈ മാതൃഭൂമിയുടെ തലപ്പത്ത് MT ഉണ്ടായിരുന്നു ഒരു നാൾ എന്നുള്ളതാണത്.